അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ റവ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ആ പാത്രം അടുപ്പത്ത് വെച്ചാണ് ഇതൊന്നും നമുക്കൊന്നങ്ങോട്ട് ചെറിയ തോതിലും മട്ടത്തിലൊക്കെ ഒന്നങ്ങോട്ട് വറുത്തെടുക്കാം. ഒന്നങ്ങോട്ട് ചോന്ത കളറായി കിട്ടിയാലും മതി. അപ്പം നമ്മൾ ആ റവക്ക് ഒന്നങ്ങോട്ട് വറുത്തെടുത്തിട്ട് ഇതിപ്പോൾ നമുക്ക് ഉപ്പുമാവാക്കി എടുക്കണ്ടേ. അതിനിപ്പോൾ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് കാണുന്നതിക്ക് വെളിച്ചെണ്ണ വെച്ച് കടുകിട്ടൊന്നും അങ്ങോട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ 2 വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇട്ട് കൊടുത്താൽ ഒന്നങ്ങോട്ട് വയറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഉള്ളിയും ക്യാരറ്റും പച്ചമുളകൊക്കെ ഒന്നങ്ങോട്ട് അരിഞ്ഞ് ഇതൊക്കെ പാടെ നല്ലോണം അങ്ങോട്ട് വയറ്റിയെടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് മൂടി വെക്കുന്ന. പിന്നെ ഉള്ളിയും ആ ക്യാരറ്റൊക്കെ ഒന്നങ്ങോട്ട് വെന്തോളുമല്ലോ. അങ്ങനെ 1 മിനിറ്റ് നേരം വരെ നമ്മളന്നാൾ മൂടി വെച്ചാണ്. പിന്നെ ഞങ്ങൾ തുറന്നു നോക്കിയപ്പോൾ നമ്മളെ ക്യാരറ്റും ആ ഉള്ളിയും അതൊക്കെ വെന്തിട്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ റവ വേവിച്ചെടുക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളതാണ് നമ്മളങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി തീക്കാണ്ട് ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ വറുത്ത ചീനറവ തീക്കാണ്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ ചട്ടകം വെച്ചിട്ട് ഇതേപോലെ നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അപ്പം തന്നെ ആ വെള്ളമൊക്കെ ഏകദേശം വറ്റിക്കണില്ലേ. ഇനിയിപ്പോൾ കുറഞ്ഞ തെജിലിട്ട് 10 മിനിറ്റോളം നമുക്ക് ഇതേപോലെ മൂടി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മളെ റവ ഉപ്പുമാവ് ഇവിടെ റെഡി.